ഹലോ ഗൈസ്, സുജി സ്റ്റോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വ്ളോഗാണ്. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞാനും അമ്മയും കൂടെ ഇപ്പോൾ നമ്മുടെ അച്ഛൻ്റെ സ്ഥലമായിട്ടുള്ള കല്ലറപ്പരപ്പിൽ അച്ഛൻ്റെ അപ്പച്ചിയുടെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊരു വ്ളോഗായിട്ട് ചെയ്യാൻ തീരുമാനിച്ചതിന് വേറൊരു കാരണമുണ്ട്. സാധാരണ നമ്മളവിടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായിരുന്നു, ഓട്ടോ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്കൂട്ടിയിലായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ വണ്ടിയില്ല. അച്ഛൻ പുറത്ത് പോയ സമയത്ത് വണ്ടി കൊടുത്തിട്ടാണ് പോയത്. ഇപ്പോൾ അച്ഛൻ നാട്ടിലുണ്ട്. അച്ഛൻ വയ്യാണ്ട് ഇപ്പോൾ വന്നു. അപ്പോൾ അച്ഛൻ്റെ അതിൻ്റെ ആട്ടോ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിന്ന് ബസ്സിൽ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അച്ഛൻ ഇപ്പോൾ ജോലിക്ക് പോയേക്കുകയാണ്. അച്ഛൻ വൈകിട്ട് എൻ്റെ വണ്ടിയും കൊണ്ടങ്ങ് വന്നേക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഞാനും അമ്മയും കൂടെ ബസ്സിൽ പോകാനായിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ ബസ്സിൽ കുറേ നാളുകൾക്ക് ശേഷം പോകണമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അതൊരു വ്ളോഗാക്കാം എന്ന് കരുതി. അപ്പോൾ വീഡിയോയിൽ കാണാം. അമ്മ ആൾറെഡി ഞാൻ വീഡിയോ എടുക്കുന്നതിനിടയിൽ കൂടെ തന്നെ കടന്ന് ഫ്രണ്ടിലോട്ട് പോയായിരുന്നു. റോഡിലിറങ്ങി നിൽക്കാമെന്ന് കരുതി. ഓട്ടോ വരാമെന്ന് പറഞ്ഞു. ഓട്ടോ ബസ് സ്റ്റാൻഡിലാക്കി തരാമെന്ന് പറഞ്ഞു. ബസ് സ്റ്റാൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ കാത്ത് നിൽക്കുവാണ് ഗൈസ്. ഹലോ, നമുക്കുള്ളത് എന്നെ തിരിച്ചു പോകേണ്ടി വരും. ഏറ്റവും വലിയ ടാസ്ക് ഇതിനൊക്കെ പാണ്ടക്കെട്ടുമായിട്ടൊക്കെ പോകുന്നതാണ്. ഇങ്ങനെ ബസ്സിൽ കയറി, അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ടാസ്ക്. ഇങ്ങനെ ബസ് വരുന്നെന്ന് തോന്നുന്നു. അമ്മന്തേവിയാണ്. സോറി ഗൈസ്, മിസ്റ്റേക്ക് പറ്റിയത്. അമ്മന്തേവിയാണ്. അതിപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തും. നമ്മൾ എണീറ്റിരിക്കുന്നുണ്ടോ കഴിഞ്ഞാൽ നമ്മുടെ ബസ്സല്ല ഗൈസ്, ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ബാക്കിൽ ഏതാണ്ട് മൗഷ്മി വരുന്നു. ഇത് കഴിഞ്ഞിട്ട് വരുമായിരിക്കും. 19-നാണ് ബസ്. ഇരുന്നിരുന്ന് നടുവൊക്കെ ഓടിഞ്ഞില്ല. ബസ് വന്ന് ഗൈസ്. അവിടെ തുറക്കും അവിടെ നമ്മൾ തുറക്കും. വളരെ അച്ഛനല്ലേ ഞങ്ങളെ ഇപ്പോൾ വീണ് ചത്തേനെ കൈസയായി. ആഫ്റ്റർ എ ലോങ് ടൈം ബസ്സിലൊരു യാത്ര. ബസ് കാലിയായി കിടക്കുന്ന കേസ്. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ കണക്ക് കല്ലറ പോകുന്ന ബസ്സായതുകൊണ്ട് തന്നെ ആള് കുറവുണ്ടായിരുന്നു. അവിടെ സീറ്റ് കിട്ടി. ബാക്കി ഇടക്കിടയ്ക്ക് കാണിച്ചു തരാൻ കഴിച്ചു. മറ്റെടുത്തല്ലോ. അയ്യട് ഗൈസ്, നമ്മൾ കല്ലറ എത്തി. കല്ലറയാണ് ഇരിക്കുന്ന കല്ലറ. ഇപ്പോൾ അമ്മ തോണ്ടി അവിടെ കിഴങ്ങ് മേടിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. വിനീത് മാമൻ ആട്ടയായിട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു. ഓഹോ, ഞാൻ വിചാരിച്ചു അവിടെ ഒരു ആക്സിഡൻറ്റ് ഇപ്പം നടക്കുമെന്ന്. അങ്ങനെ വിനീത് മാമൻ വണ്ടിയായിട്ട് ഓട്ടോയായിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൂടെ കല്ലറ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. പാണ്ടക്കെട്ടൊക്കെ ആയിട്ട്. നീ വരുന്നെന്ന് പറഞ്ഞു. ഫോണുകളല്ലേ എൻ്റെ കല്ലല്ലേ. മാമന് പകരം ഇവരാണ് വന്ന പ്രശസ്ത ഗായകൻ. വ്ളോഗടാ, എൻ്റെ വ്ളോഗിൽ നോക്കലേ. വെള്ളക്കല്ലായിരുന്നേ കൊള്ളായിരുന്നു. അവരെ വീട്ടിൽ തന്നെ കയറ്റിയിരുന്നു. അതാ ഇവിടെ വെളിയിലിട്ടേക്കും.
അപ്പോൾ ഗൈസ് നമ്മൾ സ്പോട്ടെത്തി. നീണ്ട 2-2.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം. ആരുമില്ലേ അമ്മയോടാ? പാറുവേ പാറുവേ ഡോർ തുറന്നിടക്കണം തോന്നുന്നു. ഡോർ തുറന്നു ഇങ്ങോട്ടാ അമ്പാടി പോണ അമ്പൂട്ടോ പോയി. അമ്പാടി വാ അമ്പാടി ഇതാരി ഏയ് അതായത് തലയൊക്കെ ഇടിക്കൂലേ ഇത് അപ്പച്ചനെ കൈ ഇന്നതാ ഇത് എന്തേ നോക്കിയാൽ നോക്കിയാൽ അമ്പാടി അതിൽ എന്തേലും നോക്കിയാൽ നീ എന്നെ വിളിക്കും അമ്പാടി അമ്പൂട്ടാഞ്ഞി വാ എന്നാ. തരൂല. ഞാനിവിടെ ഓടി വരുന്നതിന്റെ റീസൺസിൽ ഒരെണ്ണം ഇതാണ് അമ്പൂട്ടെ. അമ്പൂട്ടോ അമ്പൂട്ടോ ഒരുമാനാണ് കേട്ടത്. ഇതാണ് ഏറ്റവും വലിയ റീസൺ. ഈ ഒരാളിവിടെ ഉണ്ട്, ഞാൻ കിടക്കുന്നുണ്ടോ? പാറുസേ പാറുമ്മ പാറുമ്മ ജാടേ പാറുമ്മ. ഞാൻ പോണ് വാ. ഞാൻ പോണു പോട്ടെ. ടാറ്റ. ഞാൻ പോട്ടോ. അപ്പൊ പിന്നെ വാ അനെ. ഇതാണ് എൻ്റെ സെക്കൻഡ് റീസൺ. പാറുമ്മ ഇത് രണ്ടെണ്ണത്തിന് കാരണം ഞാൻ ഇവിടെ ഓടി വരുന്ന എൻ്റെ മുറപ്പെണ്ണും എൻ്റെ അളിയനും ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ വന്നതിന് വേറൊരു റീസൺ കൂടെ ഉണ്ട്, അത് ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ. ഓക്കെ ബൈ.